ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബ്ലോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഹെയറൊക്കെ ഇങ്ങനെ അയച്ചിട്ട് ഒരു പ്രാന്തി കണക്കിരിക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒത്തിരി പേര് എപ്പോഴും ഒരു ഡൗട്ടായിട്ട് ചോദിക്കുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ അല്ല, നമ്മൾ സ്റ്റോറി ഇട്ടപ്പോഴും കൂടുതലായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ആണ്. സ്കിൻ കെയറിനേക്കാൾ ഹെയർ കെയർ ആണ് എല്ലാവരും ചോദിച്ചത്. അപ്പോൾ ഞാൻ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ആണ്. അത് എന്നെപ്പോലെയുള്ള മടിച്ചികൾക്കും അതുമാത്രമല്ല, നമുക്കിപ്പോൾ നാളെ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നാളത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനൊന്നും ടൈമില്ല എന്നുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഹെയർ കറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് മുടി നല്ല രീതിയിൽ ചടയൊക്കെ കളയണം. പിന്നെ ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാനത് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ജടയൊക്കെ കളഞ്ഞ് പാറുൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കായിരിക്കും കേട്ടോ. അവൾ അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കണയാണ്. ഓക്കെ, അപ്പോൾ മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട് ഇടുക. അതിന് ശേഷം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കേശമന്ത്ര എന്ന് പറഞ്ഞത് എനിക്ക് കൊളാബ് കിട്ടിയതാണ്. പക്ഷേ ഹെയർ മസാജിൻ്റെ സമയങ്ങളിലെല്ലാം ഇപ്പോൾ ഈ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് നല്ല റിസൾട്ടുണ്ട്. ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട്, ഹെയർ ഫാൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഇപ്പം. അത് ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചാണ്. ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണ് കേട്ടോ എണ്ണ കുറച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ചെടുത്തിട്ട് സ്കാൽപ്പിൽ മാത്രം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മുടി ബണ്ണായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. കാരണം ഇത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഓയിലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. നല്ല രീതിയിൽ അത്യാവശ്യം കുറച്ച് മസാജൊക്കെ കൊടുത്തിട്ട് നമ്മളൊന്ന് കെട്ടി വയ്ക്കുക. അതൊരു 1 മണിക്കൂർ നമ്മൾ തലയിൽ വെക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചുണ്ട് കണ്ടു, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട്, ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ടാണ് കേട്ടോ, ഭയങ്കരമായിട്ട് മുരിഞ്ഞിരിക്കുകയാണ് എൻ്റെ ചുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു സ്ക്രബ്ബ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത സ്ക്രബ്ബ് എന്ന് പറയുന്നത് ചെയ്യുന്നതെന്ന് പറയുന്നത് ബയോടെക്കിൻ്റെ പ്രൊഡക്റ്റായിരുന്നു യൂസ് ചെയ്യുന്നത്. ബയോടെക്കിൻ്റെ ബയോ വാൾനട്ട് സ്ക്രബ്ബായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ലിപ്സിനും കൂടെ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് കോഫി സ്ക്രബ്ബാണ്. അപ്പോൾ അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഈ ഫേസും നമ്മുടെ ലിപ്സും ഒരുമിച്ച് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്ക്രബ് ചെയ്താൽ കുറച്ചൊക്കെ മാറ്റം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭയങ്കരമായിട്ട് മുരിഞ്ഞ് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ലിപ് ബാമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നന്നായ രീതിയിൽ സ്ക്രബ് ചെയ്യണതിന് മുമ്പ് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അതിന് ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം, ഞാനൊന്ന് വാം വാട്ടറിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. മുഖത്തെ പോൾസൊക്കെ ഓപ്പൺ ആയിട്ട് ഡേർട്ട് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ മൾബറി ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുഖം ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആക്ച്വലി എനിക്ക് ഇതിൻ്റെ ബനാനയുടെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. ബനാനയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായിരുന്നു കുറച്ചുകൂടി എനിക്ക് താല്പര്യം എടുക്കാൻ വേണ്ടിയിട്ട്.
പക്ഷേ അതെനിക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഞാൻ പർപ്പിളിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പർപ്പിൾ സെയിൽ നടക്കുന്ന സമയത്തായിരുന്നു വാങ്ങിയത്. നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയത്. 100 സംതിങ് എത്രയെങ്ങാണ്ടാണ്. അപ്പോൾ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ മതി. നല്ല രീതിയിൽ മുഖം നന്നായിട്ട് ചെളി പോകുന്ന ഒരു ഫീല് നമുക്ക് തോന്നും, മുഖത്ത് പിടിക്കുമ്പോഴൊക്കെ ആയാലും. അപ്പോൾ നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വെറൈറ്റി എന്നുള്ള രീതിയിലാണ് മൾബറി ചൂസ് ചെയ്തത്. നല്ലതാണ്, നമ്മുടെ മുഖം നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൂ കോഫിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗറിലേക്ക് കോഫി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം, ഒരു 2-3 തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ലിപ്സ് മെയിനായിട്ട്, അതുപോലെ നമ്മുടെ ഫേസ് ഫുള്ള്. നല്ലതായിട്ട് നീറ്റിലുണ്ട് കേട്ടോ. കാരണം എൻ്റെ ചുണ്ട് നന്നായിട്ട് പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഈ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, എന്താണെന്ന് അവസ്ഥ എന്ന് അറിയത്തില്ല. നന്നായിട്ട് നീറുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നന്നായിട്ട് പൊട്ടിയായിരിക്കുന്നത്. ഇനി മുഖം നല്ല രീതിയിലൊന്ന് വെറുതെ വാം വാട്ടർ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫേസ് പാക്കാണ്. ഇത് മഡ് ആൻഡ് ചാർക്കോളിൻ്റെ ഒരു ഫേസ് പാക്കാണ്. ഞാൻ ചാർക്കോളിൻ്റെ ഇതിനു മുമ്പും പ്രോഡക്റ്റ്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഫേസ് വാഷൊക്കെ ആയാലും എന്ന് വെച്ചാൽ ഈ ബ്രാൻഡല്ല ഉദ്ദേശിച്ചത്, ചാർക്കോൾ ഒരു സംഭവത്തിൻ്റെയാണ് കാര്യം, ചാർക്കോളിൻ്റെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറയുന്നത് സേജ് അപ്പോത്തിക്കിരി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ കേൾക്കുന്നത്. ഞാൻ സ്മിറ്റൻ ആപ്പിൽ നിന്ന് നമ്മുടെ ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തപ്പം ഫ്രീ ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതാണ് ഇന്ന് മാസ്കായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രാൻഡിനെ പറ്റി കേൾക്കുന്നതും യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്ത് അതിനകത്തുനിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് പകരം ഇപ്പം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് തന്നെ വേണമെന്ന് ഇല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്ക്, അത് വീട്ടിലുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഞാനിത് ഉള്ളത് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫേസ് പാക്കിന് പകരം ഒന്നെങ്കിൽ നമുക്ക് മുൾട്ടാണി മിട്ടി അല്ലെങ്കിൽ നമ്മുടെ കടലമാവൊക്കെ ആയാലും വേണ്ട, നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി നമ്മുടെ വീട്ടിലെന്നും കാണുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതായാലും മതി. അതിനകത്ത് നമ്മളൊന്നെങ്കിൽ പാലോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാൽ യൂസ് ചെയ്യുക. അതല്ല ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൈര് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതിലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇൻസ്റ്റൻറ്റ്, ഇപ്പം നമ്മൾ കോഫി മാസ്ക് ഉണ്ടാക്കിയ പോലെ തന്നെ വീട്ടിലെ പ്രൊഡക്ട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ഫേസ് മാസ്കും കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ഒരു 5 to 7 മിനിറ്റ്സ് വെക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഉണങ്ങുന്ന അനുസരിച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാം. വെറുതെ വാം വാട്ടറിലാണ് ഞാൻ വാഷ് ചെയ്തത്. പിന്നെ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ ഹെയർ നമ്മുടെ ഓയിൽ തേച്ച് വെച്ചത് എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ എനിക്ക് ഹെയറിൽ നന്നായിട്ട് ഓയിൽ കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിൻ്റെ തന്നെ കെരാറ്റിൻ ഷാമ്പൂ ആണ് കേട്ടോ. ഇത് നല്ല ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഓൾറെഡി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ കെരാറ്റിനാണ് സെലക്ട് ചെയ്തത്. അതല്ല നമുക്ക് ഇതിനകത്തും ബനാന അവൈലബിൾ ആയിരുന്നു കേട്ടോ. അതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഞാനത് വാങ്ങിച്ചാൽ. അപ്പോൾ ഞാൻ കെരാറ്റിനാണ് ചെയ്തത്. കെരാറ്റിൻ നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കുളി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഫേസ് ചെയ്തതിൻ്റെ നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട് ഫേസിന്. നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫേസ് പാക്കിൻ്റെ ആണോ അത് സ്ക്രബിൻ്റെ ആണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഫേസൊക്കെ. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഹെയർ ആയാലും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് ഡോൺ ആൻഡ് കീയുടെ ഒരു വൈറ്റമിൻ സി മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല മോയ്സ്ചറൈസറുണ്ട്. ആക്ച്വലി ഞാൻ ഇതും സ്മിത്ത് ആപ്പിൽ നിന്ന് ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തതാണ്, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നല്ല എക്സ്പെൻസീവാണ് ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം. ഈ ഒരു കാണുന്ന ഈ ഒരു ചെറിയൊരു ബോട്ടിലിൻ്റെ MRP എന്ന് പറയുന്നത് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാണ് ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തത്. ഞാനതിൻ്റെ സ്മിറ്റനിൽ നിന്ന് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് വെറുതെ 200 റുപ്പീസിന് നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാണ്. ഡോൺ ആൻഡ് കീയുടെ ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാവുവിൻ്റെ ഒരു ഷിയ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതും അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. പക്ഷേ വർക്കിംഗ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് അടിപൊളിയായിട്ടാണ് കേട്ടോ. നന്നായിട്ട് ഡീപ്പ് മോയ്സ്ചറൈസിങ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് കൈയും കാലൊക്കെ നല്ല രീതിയിൽ മുഴുകിയിരിക്കും. അപ്പോൾ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ സ്റ്റിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ്. എല്ലാത്തിനും നല്ല റിവ്യൂ ആണ് കേട്ടോ എനിക്കുള്ളത്. എല്ലാം നല്ല വർക്കിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ. എനിക്കൊരു ലിപ് ബാമും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ആക്ച്വലി ഒരു കൊളാബ് വന്നതാണ്. നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു പേജിൽ നിന്ന് കൊളാബ് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ അവർക്ക് മോയ്സ്ചറൈസർ ഉണ്ട്, അതുപോലെ ലിപ് ബാം ഉണ്ട്, പിന്നെ ഹെന്ന കോൺസ് ഉണ്ട്, നെയിൽ കോൺസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ തന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ. ഉമ്മ